പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായൺ ഭയ്യയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ RSSനെതിരെ ഗുരുതര ആരോപണവുമായി CPM. കൊലപാതകത്തിന് പിന്നിൽ RSS എന്നാരോപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി MB രാജേഷും രംഗത്തെത്തി. പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ആൾക്കൂട്ടക്കലിയിൽ അതിഥി തൊഴിലാളി രാംനാരായൺ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ RSSനെതിരെ CPIM രംഗത്ത്. പിന്നിൽ RSS എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബംഗ്ലാദേശി എന്ന് പറഞ്ഞായിരുന്നു ആക്രമണമെന്ന് മന്ത്രി MB രാജേഷ്. വെറും ആൾക്കൂട്ടക്കൊലയല്ലെന്നും സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ് പിന്നിലെന്നും മന്ത്രി. വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പിന്നിൽ RSS BJP ക്രിമിനലുകളാണ്. അത് പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ മാധ്യമവും അത് വിശദീകരിക്കുന്നില്ല, അത് പറയുന്നില്ല. ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊഴിൽ തേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും. പ്രതികൾക്കെതിരെ കർശന നടപടിയെന്നും പരിഷ്കൃത സമൂഹത്തിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന സംഭവമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയാളിയാണെന്ന് പറയാൻ ലജ്ജ തോന്നുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നമ്മളെല്ലാം അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. മലയാളികളാണ് അത് ചെയ്തത് എന്നതിൻ്റെ നാണക്കേട് നമുക്കുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, അപമാനം ഭാരം നിറയുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം. കുറ്റക്കാരായ ആളുകളെ കർശനമായി അവരെ ശിക്ഷിക്കണം. ആ കുടുംബത്തിന് ധനസഹായം നൽകണം. കുഞ്ഞുകുട്ടികളാണല്ലോ. അതേസമയം ആൾക്കൂട്ടക്കൊലയിലെ പ്രതികരണത്തിൽ RSS എന്ന വാക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് RSS എന്ന വാക്ക് മിണ്ടിയില്ല, ആ വാക്കേ മിണ്ടിയില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ പ്രതിപക്ഷ നേതാവ് RSSന്റെ പേര് മിണ്ടാൻ മടിച്ചത്? ദേശീയ തലത്തിലും ആൾക്കൂട്ടക്കൊല ചർച്ചയാക്കാനാണ് ഇടതു പാർട്ടികളുടെയും കോൺഗ്രസിന്റെയും ആലോചന. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.